നമസ്കാരം. പ്രകാശതാര ക്രിയേഷൻസ് പ്രസൻസ് PDA ചാനൽ അവതരിപ്പിക്കുന്ന എൻ്റെ കല എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട കോവലൂർ അമ്പലം മുത്തുക്കുഴി ജംഗ്ഷനിലാണ്. ഇതിപ്പോൾ നമുക്കറിയാം, ഇവിടെ ഒരു ചെറിയ ജംഗ്ഷനാണ് മുത്തുക്കുഴി ജംഗ്ഷൻ. ഈ കാണുന്നതാണ് മുത്തുക്കുഴി ജംഗ്ഷൻ. ഇവിടെ ഒരു കലാകാരനുണ്ട്. അദ്ദേഹം ഒരു കവിയാണ്, ഗാനരചയിതാവാണ്, നാടക അഭിനേതാവും കൂടെയാണ്. ഇതുകൂടാതെ അദ്ദേഹം ഒരു സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണ്. പേര് റജി റോയൽസ് അമ്പലം. PDA ചാനലിലെ എൻ്റെ കല എന്ന പ്രോഗ്രാമിൽ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് റജി റോയൽസ് അമ്പലം എന്ന കലാകാരനാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുത്തുക്കുഴിയാണ്. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണെന്ന് നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ നിന്നാണോ തോന്നുന്നത്, മുത്തുക്കുഴി ജംഗ്ഷനിൽ നിന്ന് അല്പം ഇങ്ങോട്ട് മാറിയിട്ട് ഒരു ലെഫ്റ്റ് സൈഡ് ഒരു പോസ്റ്റ് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ആ പോസ്റ്റ്. ആ പോസ്റ്റിൻ്റെ അവിടെ കൂടെ ഒരു ചെറിയ വഴി താഴോട്ടേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വഴി തന്നെയാണ്. ഏതായാലും നമുക്ക് ഇതുവഴി പോവാം. നല്ലൊരു വഴിയാണ്, കാരണം രണ്ട് സൈഡും മതിലൊക്കെ ആയിട്ട് ഒരു സെൻട്രലിൽ കൂടെ ഒരു ചെറിയൊരു വഴി. നല്ല രസമുണ്ട് ഇവിടെ കൂടെ നടക്കാനായിട്ട്. അവിടെ ഒരു 2-3 വീടൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വീടായിരിക്കും, കാരണം ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ ഒരു ജംഗ്ഷനായിട്ട് തോന്നുന്നുണ്ട്. ചെറിയൊരു അങ്ങോട്ടൊരു വഴി ഇങ്ങോട്ടൊരു വഴി തന്നെയുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വീടായിരിക്കും. ഇവിടെ മോനെ ഒന്ന് എന്തൊക്കെ ഉണ്ട്, സുഖമാണല്ലേ? നീ ഇവിടെ താമസിക്കുന്ന ആളെ തന്നെ? നമ്മുടെ റജി റോയൽസ് എന്ന കലാകാരൻ ഉണ്ടല്ലോ ഇവിടെ താമസിക്കുന്നത്. ഏത് ഈ വീടാണ്? ഓക്കെ, താങ്ക് യു. അപ്പോൾ വീട് നമ്മൾ ഉദ്ദേശിച്ചത്, ഞാനിപ്പോൾ ഇതിൽ ഏതോ ഒരു 3 വീട്ടിൽ ഏതോ ഒരു വീട്, അതാണ് ഞാൻ മനസ്സിൽ കണ്ടത്. അപ്പോൾ ഈ വീട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ ഞാൻ പറഞ്ഞ വീട് ഇതാണ്. അപ്പോൾ ഇത് തന്നെയാണ്. ഇതിൽ 3 വീട്ടിൽ ഏതോ ഒരു വീടാണ് ഞാൻ മനസ്സിൽ കണ്ടത്. അപ്പോൾ ആ വീട് തന്നെയാണ്. വഴി ഇതുവഴിയാണെന്നില്ല, വഴി ശരിക്കും പറഞ്ഞാൽ വഴി അങ്ങനെയാണ് വരേണ്ടത്. അതിലും ഇദ്ദേഹം ഇവിടെ ഉണ്ടാകും, നോക്കാം. വരുന്നുണ്ടല്ലോ. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണല്ലേ? സുഖം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റജി റോയൽസ് അമ്പലം. ഒരു കവിയാണ്, ഗാനരചയിതാവാണ്, പിന്നെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ നാടകങ്ങളിലൊക്കെ സജീവമായി നല്ല കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്ത ഒരു കലാകാരനാണ് റജി റോയൽസ് അമ്പലം. പിന്നെ അപ്പോൾ വീട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ മുത്തുക്കുഴി ജംഗ്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. മുത്തുക്കുഴി ജംഗ്ഷനിൽ വന്ന് ഇവിടെ വന്നിട്ട് ഒരു ചെക്കനോട് ചോദിച്ചതേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു. പിന്നെ കൊള്ളാം, നല്ലൊരു അന്തരീക്ഷം ഉണ്ട് ഇവിടെ ചുറ്റും. കവിതയൊക്കെ എഴുതാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ മറ്റുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോ എല്ലാരും ഉണ്ടല്ലേ? എല്ലാരും ഉണ്ട്. അതെ. അപ്പോ വീട് ഏതാണല്ലേ? അതെ അതെ. കൊള്ളാം, നല്ല മനോഹരമായ ചെറിയൊരു വീട്. പിന്നെ ഈ ബുക്കെല്ലാം ശരിക്കും ഇരിപ്പുണ്ടല്ലോ. ഇതൊക്കെ ഇത് ഈ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊക്കെ സദാ ഒരു ദിവസം അരമണിക്കൂറെങ്കിലും ഓരോ പുസ്തകങ്ങൾ വെച്ച് വായിക്കാറുണ്ട്. അത് പോയിട്ട് ഇത് കടമ്പൻ മൂത്താൻ, അതായത് കേരളത്തിന്റെ മൂത്താൻ സംസ്കാരത്തെ പറ്റി പിന്നെ SN സുധീർ സാറും പിന്നെ അവരുമായിട്ട് ചേർന്ന് എഴുതിയ കടമ്പൻ മൂത്താൻ എന്ന് പറയുന്ന വലിയൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിനകത്ത് എൻ്റെതായ ഒരു കവിതയുണ്ട്. അതായത് 12 കവികളടങ്ങുന്ന ഒരു കവിതാ സമാഹാരമാണ്. ഈ സമാഹാരത്തിൽ എൻ്റെ ഒരു കവിതയുണ്ട്. കവിത ജസ്റ്റ് ഒന്ന് എടുത്ത് ഏതാണെന്ന് പറയാൻ പറ്റും? അതായിരിക്കുന്നു, ഇതാണ് എൻ്റെ കടമ്പൻ. 4 പേര് ഒന്ന് ചൊല്ലാൻ പറ്റുമോ? ഇത് ചൊൽക്കവിതയല്ല, ഇത് വായിക്കേണ്ട കവിതയാണ്. അതായത് ഗദ്യ കവിതയാണ്, പദ്യമല്ല. പുസ്തകത്തിനകത്ത് എൻ്റെതായ ഒരു കവിതയുണ്ട്. കവിതയുടെ പേര് എൻ്റെ കടമ്പൻ. ഈ മൂത്താൻ സംസ്കാരം, അതായത് നമ്മുടെ നാട്ടിൻ്റെ പഴയ കാലത്തെ ഒരു ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം കൂടിയാണ് ഈ കടമ്പൻ മൂത്താൻ. അങ്ങനെയാണ്. അതെ, നമ്മളിങ്ങനെയാണ്. പുലർമഞ്ഞിൻ കുളിരിൽ തെക്ക് നിന്നൊരു കാറ്റു വീശി കരുത്തിൻ്റെ മനസ്സുമായി നാടിളക്കി കാടിളക്കി കടമ്പൻ മൂത്താൻ വരുന്നു. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഇതാണ്. ഇതൊക്കെ താങ്കളുടെ വരികളാണ്? അതെ, എന്റെ വരികളാണ്. അപ്പോൾ അതിമനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്ന ബാക്കി പുസ്തകങ്ങളൊക്കെ അതിനെ കുറിച്ച് എങ്ങനെയാണ്? ഇത് പിന്നെ ഒരു പ്രതിസംസ്കാരത്തിന് വേണ്ടി, അതായത് സച്ചിദാനന്ദൻ മാഷിന്റെ പുസ്തകമാണ്. പുസ്തകം നമ്മളിങ്ങനെ വായിക്കും.
നല്ല പുസ്തകമാണ്. നല്ല പുസ്തകമാണ്. അപ്പോൾ താങ്കളുടെ കവിത ഇപ്പൊ മൊത്തത്തിൽ എത്ര പുസ്തകത്തിൽ വന്നിട്ടുണ്ട്? എൻ്റെ കവിത 1, 3, 4, അതായത് കലാകൗമുദിയിൽ എൻ്റെ ഒരു കവിത വന്നിട്ടുണ്ട്. കവിതയുടെ പേര് സ്ഫടിക ജീവിതമാണ്. സ്ഫടിക ജീവിതം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കവിത ഇങ്ങനെയാണ്: കേൾക്കുന്നു ഞാൻ സദാ ഭൂമി തൻരോദനം, ആർത്തിരമ്പുന്ന കടൽ പോലെ എന്നിൽ നന്മകൾ നഷ്ടപ്പെടുന്നത് ഓർക്കുമ്പോൾ പൊട്ടിച്ചിതറുന്ന സ്ഫടികപാത്രം പോലെ ഞാൻ നന്മകൾ വേരറ്റു പോകവേ നരച്ച ചിന്തകൾ കിതച്ചു നീങ്ങുന്നു. വിശുദ്ധ പാവികൾ കളം നിറഞ്ഞിടവേ നശിച്ച ജന്മങ്ങൾ കനുവു തേടുന്നു. വെയിൽ കനക്കുമ്പോൾ കൊതിച്ചു പോകുന്നു കരകവിഞ്ഞൊഴുകിയ പുഴതൻ വസന്തം. കിളിമകൾ പാട്ടിനായി കാതോർത്തിരിക്കവേ കാറ്റിരമ്പുന്നു മകനേ മടങ്ങുക. പോയ കാലത്തിൻ്റെ പുണ്യവും പേറി ഞാൻ ഓർമ്മ തൻ തീരത്തു മൂകനായി നിൽക്കവേ എല്ലാം അറിയുന്ന സൂര്യൻ്റെ ചെങ്കതിർ എന്നെ വാരിപ്പുണർന്നുമ്മ വച്ചിടവേ ഒരു സൂര്യശിലയായി ഞാൻ ഉറഞ്ഞു പോകുന്നു. ഒരു സൂര്യശിലയായി ഞാൻ ഉറഞ്ഞു പോകുന്നു. കവിത സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. ഇതൊക്കെ താങ്കളുടെ വരികളാണ്? എൻ്റെ വരികളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ കവിത ഇപ്പോൾ എല്ലാം ചൊല്ലിന്നാണ് തോന്നുന്നത്. എല്ലാം ചൊല്ലിയിട്ടുണ്ടോ ആ കവിത? ജാതിയും മതവും മതിൽ കെട്ടി വാഴുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2 വരി കൂടി ഇനിയും കവിതകൾ ഉണ്ടല്ലേ? ഉണ്ട്. അതായത് ഈ സ്ഫടിക ജീവിതം എന്ന് പറയുന്നത് ഒരു നാടിന്റെ നന്മകളെ കവർന്ന് തിന്നുന്ന കാട്ടുകള്ളന്മാർക്കെതിരെ അല്ലെങ്കിൽ കാട്ടാളന്മാർക്ക് എതിരെയുള്ള ഒരു കുഞ്ഞെഴുത്തുകൂടിയാണ് ഈ സ്ഫടിക ജീവിതം. കവിത ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി. കാരണം അതിന്റെ വരികൾക്ക് ഓരോ അർത്ഥമുണ്ട്. അപ്പൊ അത് പോയിട്ട് പിന്നെ മറ്റൊരു പുസ്തകം എന്ന് പറയുന്നത് എൻ്റേത് തന്നെ ഒരു കഥയുണ്ടായിരുന്നു. കഥ ജീവിതമാണ്. ജീവിതം. കഥയുടെ പേര് ജീവിതമാണ്. ഇവിടെ പുസ്തകം ഇവിടെ ഇപ്പോൾ താങ്കൾ എത്രത്തോളം കവിതകൾ എഴുതിയിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ഒരു 10-40 കവിത, 50 കവിതകളോ എഴുതിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു അങ്ങനെ തോന്നുന്നു. ഈ കവിതയിലേക്ക് ഇങ്ങനെ എഴുതാനായിട്ട് ഇങ്ങനെ കടക്കാനുള്ള സാഹചര്യം എത്രാമത്തെ വയസ്സ് മുതലാണ് താങ്കൾക്ക് ലഭിച്ചത്? എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ക്രിസ്മസ് കരോൾ ഗാനങ്ങളാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കവിയുണ്ട് നമ്മുടെ നാട്ടിൽ, കൽപ്പണി ചെയ്ത് വളരെ പോപ്പുലറായുള്ളൊരു കവിയാണ്. നമ്മുടെ കൊണ്ടകെട്ടിയുടെ അടിവാരത്ത് മാറുന്ന ജീവിത സമസ്യകളെ അടയാളപ്പെടുത്തുന്ന വലിയ ഒരു ശക്തനായ കവിയാണ് പുഷ്പരാജ് വള്ളിക്കുടിൽ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഗുരുനാഥൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കവിതകൾ കേൾക്കുകയും കൂടുതൽ വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ കവിതകൾ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം അവിടെ നിന്നുകൊണ്ട് ഈ എഴുത്ത്, പിന്നെ അത് പോയിട്ട് സുഗതകുമാരി ടീച്ചറുടെ കവിതകൾ, പിന്നെ ആശാൻ കവിതകൾ, എല്ലാ കവികളും പിന്നെ മറ്റൊരു ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ എൻ്റെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളൊരു മനുഷ്യൻ എന്നുള്ളത് കവിത കൊണ്ടല്ല, എന്നെ ഗുരുനാഥൻ എന്ന നിലയിൽ സ്വാധീനിച്ച ഒരു മനുഷ്യൻ എന്നുള്ളത് പുഷ്പരാജ് വള്ളിക്കുടി. അദ്ദേഹവും ഞാനും കൂടി പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ യാത്രകൾ ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ കവിത ചൊല്ലാൻ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ സ്ഥാനത്ത് താങ്കൾ അദ്ദേഹത്തെയാണ് കാണുന്നത്? എൻ്റെ ഗുരുസ്ഥാനത്ത് അദ്ദേഹത്തെ ഞാൻ കാണുകയാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ വേറെയും ആൾക്കാരുണ്ട്? ഉണ്ട്. എനിക്ക് പിന്നെ സുഗതകുമാരി ടീച്ചറുടെ കവിതകളൊക്കെ എനിക്ക് ഭയങ്കര. ഒരു തൈ നട നമ്മൾക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നട 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഇത് ആ ടീച്ചറുടെ കവിതയാണ്.
അതുപോലെ തന്നെ നമ്മുടെ മുരുകൻ സാറിന്റെ കവിതകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ കവിത ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിനോദ് വൈശാഖ് സാറിന്റെ കവിതകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ NS സുമേഷ് കൃഷ്ണൻ സാറിന്റെ കവിതകൾ, പിന്നെ ഡോക്ടർ ബിജു ബാലകൃഷ്ണന്റെ കവിതകൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് വള്ളത്തോൾ കവിതകൾ, ആശാൻ കവിതകൾ, പിന്നെ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കവിതകൾ, അതുപോലെ തന്നെ പിന്നെ പ്രമുഖരും എഴുതാൻ തുടങ്ങുന്ന എഴുത്തുകാരും ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നവരും എഴുതാൻ ആഗ്രഹിക്കുന്നവരെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞെഴുത്തുകാരനാണ് ഞാൻ. അതാണ് നമ്മുടെ റജി റോയ്സിന്റെ പ്രത്യേകത. കാരണം ഒരുപാട് എഴുത്തുകാരുണ്ട്. അറിയാലോ, നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഒരുപാട് നല്ല പ്രമുഖരായ എഴുത്തുകാരുണ്ട്. അപ്പൊ അവരുടെ എല്ലാം ഒരു ആരാധകനും കൂടിയാണ് റജി റോയൽസ് എന്ന ഈ കൊച്ചു കലാകാരൻ. ഇതുകൂടാതെ അദ്ദേഹം നിരവധി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, ഓണപ്പാട്ടുകൾ തന്നെ. അങ്ങനെ നിരവധി പാട്ടുകൾ നമ്മുടെ PDA ചാനലിൽ തന്നെ നല്ലൊരു സൂപ്പർ ഹിറ്റായ ഒരു ഓണപ്പാട്ട് ഇദ്ദേഹം തന്നതാണ്. അത് ഏത് വർഷം ഓർക്കുന്നുണ്ടോ താങ്കൾ? 2022 PDA ചാനലിന് വേണ്ടി നല്ലൊരു കിടില ഓണം. അത് നമ്മുടെ PDA ചാനലിലുണ്ട്. അപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അത് കേൾക്കുക. അതിന്റെ ഓഡിയോയും ഉണ്ട്, വീഡിയോയും ഉണ്ട്, അല്ലെ? അതെ, രണ്ടും ചാനലിലുണ്ട്. അത് മനോഹരമായ ഒരു ഓണപ്പാട്ടാണ്. പിന്നെ ഇതുകൂടാതെ മറ്റു നിരവധി ചാനലുകൾക്ക് അദ്ദേഹം പാട്ട് എഴുതി കൊടുക്കുകയും, എന്നാൽ ഇദ്ദേഹത്തിന് വേറെ ഒരു കഴിവുണ്ട്. അപ്പോൾ അദ്ദേഹം അത് പറയേണ്ട എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു സംഗീതം ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെയാണ്, അല്ലെ? സംഗീതം ചെയ്യേണ്ട ഒരു കഴിവ് കൂടെ ഉണ്ട്. അപ്പോൾ 2-3 ഗാനങ്ങളൊക്കെ അയാൾ അതിമനോഹരമായിട്ട് സംഗീതം ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വേറെ ഒന്ന് ചോദിക്കട്ടെ? അതെ. അപ്പോൾ ഇതിലെ വേറെ പുസ്തകങ്ങൾ മൊത്തം എത്ര പുസ്തകത്താണ് വന്നിട്ടുള്ളത്? താങ്കളുടെ കവിത എത്ര? 3-4. അതായത് കലാകൗമുദിയിൽ ഒരു കവിത വന്നിട്ടുണ്ട്, വേഴവട്ടത്തിൽ കവിത വന്നിട്ടുണ്ട്, പിന്നെ ഇതിപ്പോ ഇവിടെ കടമ്പൻ മൂത്താൻ വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു നമ്മുടെ മാർനല്ലൂർ സുധി സാറിന്റെ ഒരു പുസ്തകത്തിൽ എൻ്റെ ഒരു കഥ വന്നിട്ടുണ്ട്. പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, കഥ വന്നിട്ടുണ്ട്. വാട്സപ്പും ഫേസ്ബുക്കും വഴി കഥ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ അവരുടെ തന്നെ പുസ്തകത്തിൽ 2 കവിതകൾ വന്നിട്ടുണ്ട്. ഒരു കവിതയുടെ പേര് ഏകാന്തത, ഒരു കവിതയുടെ പേര് നിറം. അങ്ങനെ ഏകദേശം 5ഓളം പുസ്തകങ്ങളിൽ എൻ്റെ കവിത അച്ചടിമഷി പുരണ്ടിട്ടുണ്ട്. ദൈവാനുഗ്രഹമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് തന്ന ഈ വലിയ പിന്നെ അനുഗ്രഹത്തിന് കാരണരായ എൻ്റെ മാതാപിതാക്കൾ, ദൈവത്തിന്, പിന്നെ എന്നെ ചേർത്ത് നിർത്തുന്ന എൻ്റെ സഹപാഠികൾ, സുഹൃത്തുക്കൾ, എല്ലാവരോടും ഒരുപാട് സ്നേഹം. അവരെല്ലാം നല്ല സപ്പോർട്ടാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അംഗീകാരങ്ങൾ താങ്കൾക്ക് എങ്ങനെയാണ് ലഭിച്ചത്? അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? അതായത് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ അംഗീകാരം എന്നുള്ളത് തെക്കൻ സ്റ്റാർ മീഡിയയുടെ അംഗീകാരമാണ്. ഒരു യൂട്യൂബ് ചാനലിന്റെ. അതെ. അത് പിന്നെ എൻ്റെ വെയിൽ കിളികൾ എന്ന നാടൻ പാട്ടിനാണ് ഈ ഒരു അംഗീകാരം. അത് കഴിഞ്ഞിട്ട് പുലരി ചാനലിന്റെ അവാർഡാണ് ഈ ഇരിക്കുന്നത്. പുലരി ചാനലിന്റെ അതും വരുന്നത്. പിന്നെ ഇതെന്നുള്ളത് എൻ്റെ നാട്ടുകാർ എനിക്ക് തന്ന സ്നേഹോപകാരമാണ്. പിന്നെ ഇത് നമ്മുടെ മുത്തുക്കുഴി എൻ്റെ ഗ്രന്ഥശാല പ്രവർത്തകര് എനിക്ക് തന്ന സ്നേഹോപകാരം. പിന്നെ ഇത് മറ്റു ചില പരിപാടികൾക്ക്, പിന്നെ ഇത് കൊച്ചു ഇങ്ങനെ മറ്റു കുറെയൊക്കെ ഉണ്ട്. അതൊക്കെ എവിടെയൊക്കെ അങ്ങനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതൊക്കെ ഇപ്പം കുറച്ച് നല്ല മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ താങ്കൾ എഴുതാൻ താങ്കൾ ജോലി എന്ത് വർക്കാണ് താങ്കൾ ചെയ്യുന്നത്? ഞാൻ പിന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് എൻ്റെ വർക്ക്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മാക്സിമം എഴുതുന്നതിനെക്കാട്ടി എനിക്കിഷ്ടം വായനയാണ് ഇഷ്ടം. പിന്നെ വായനയുടെ അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ചെറുതായിട്ട് എഴുതാൻ ആഗ്രഹിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വലിയൊരു എഴുത്തുകാരനെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം നമ്മുടെ നാട്ടുകാരും സുഹൃത്തുക്കളും പിന്നെ മറ്റെല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്നും കൂടി ഞാൻ കരുതുന്നു. താങ്കൾ എഴുതുന്ന 1-2 വരികൾ ഇപ്പോൾ കേട്ടപ്പോൾ നല്ല അർത്ഥവത്തായ വരികളാണ്. അപ്പോൾ ഈ വരികൾ ഇപ്പോൾ നമുക്കൊരു എഴുതാൻ വേണ്ടിയിട്ട് ഒരു ശാന്തത നിറഞ്ഞ സ്ഥലം വേണം. അപ്പോൾ താങ്കൾ എഴുതുന്ന സമയത്ത് വീട്ടിലിരുന്നാണ് എഴുതുന്നത്, അത് പുറത്തെവിടെയെങ്കിലും പോയി അങ്ങനെ? ഞാൻ ശരിക്കും പറഞ്ഞ എഴുതുന്നത് വീട്ടിലിരുന്ന് തന്നെ. അതായത് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, പിന്നെ അവരുടേതായ കാര്യം, പിന്നെ ഞാൻ എൻ്റെതായ ആ ഒരു 10 മണി തൊട്ട് എനിക്ക് തോന്നുന്ന ഒരു വെളുപ്പാങ്കാലം വരെ ഇരുന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് രാവിലെ പല്ല് തേച്ച് ചോറും കറിയൊക്കെ എടുത്തുകൊണ്ട് രാവിലെ വീണ്ടും പണിക്ക് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. കാരണം ഒരു 10 മണിക്കൊക്കെ തുടങ്ങി വെളുപ്പാങ്കാലം വരെ ഇരുന്നെഴുതിയിട്ടുണ്ട്. അത് ഒരു കവിത മാത്രം, ഒരു കവിത അതിൽ തന്നെ വെട്ടി കുത്തിയും കുറുക്കിയും എനിക്ക് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആവുന്നത് വരെ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കവിത എഴുതി, അതിന് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു കവിതയാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടോ എന്നുള്ള ആരും അറിയില്ല. അത് ഞാനൊരു കീഴാളൻ
നീയൊരു മേലാളൻ, സമത്വമൊന്നൊരു വാക്കിനെ നിങ്ങൾ തെറിച്ച വാക്കാക്കി. വെളുത്ത വർണ്ണ ചായമണിഞ്ഞോർ കറുത്ത മക്കളെ കരുത്തു കാട്ടി അടിമകളാക്കുന്നു, ഇന്നും അടിമകളാക്കുന്നു. ഞാനൊരു കീഴാളൻ, ഒറ്റി വരുണ്ടൊരു മണ്ണിതിനെന്നും സ്വർണം വിതറിയ കീഴാളൻ. ഉറഞ്ഞു തുള്ളും മഴയത്തും പൊരിഞ്ഞൊരുകിയ വെയിലത്തും ഉണർത്തുപാട്ടിൻ കഥകളുമായി പനിച്ചു തുള്ളാത്ത ചെറുകല്ലുകളല്ലോ നമ്മൾ. പനിച്ചു തുള്ളാത്ത ചെറുകല്ലുകളാണ്. ഏത് വെയിലത്തും എത്ര ജോലി ചെയ്ത് കഷ്ടപ്പെട്ടാലും പനിച്ചു തുള്ളൂല. കാരണം എന്താണ്? ഇത്രയും ഹാർഡ് വർക്കായിട്ടുള്ള ജീവിതത്തിൽ കൂടെ വല്ലമായ കഠിനമായ ഒരു എന്താ പറയുക, കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിച്ച് എത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. വളരെ ബുദ്ധിമുട്ടി, അതായത് വർക്കെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന സമയത്തിൽ എഴുതിയ വരികളാണ്. ഇപ്പോൾ ഈ വരികൾ പ്രേക്ഷകരെ കേട്ടിട്ടുണ്ടാവില്ല. അതി അർത്ഥവത്തായ വരികളാണ് ഈ വരികളെല്ലാം. നല്ലൊരു ഭാവി ഇദ്ദേഹത്തിനുണ്ടാകും. കാരണം ഈ ഇടക്കാലം കൊണ്ട് റജി റോയൽസ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. അതായത് നമ്മുടെ ഈ കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ അങ്ങ് അറ്റം വരെ ഉള്ള എല്ലാ എഴുത്തുകാർക്കും റജി റോയൽസ് എന്ന കലാകാരനെ അറിയാം. കാരണം ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ. അതാണ് അദ്ദേഹത്തിന്റെ മനസ്സ് നിറഞ്ഞാണ് നേരത്തെ പറഞ്ഞത്. കാരണം ഈ ഓരോ വരികൾക്കും അതിൻ്റെതായ അർത്ഥവത്തുകളുണ്ട്. കാരണം അത് എഴുതാനുള്ള ആ ഒരു വിഷമം, ജോലി കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഓഫീസ് വർക്കോ അങ്ങനെയുള്ള ആ ഒരു മേഖലയല്ല. ശരിക്കും കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന സമയത്ത് വന്നിരുന്ന് രാത്രിയിലൊക്കെ ഇരുന്ന് വെളുക്കോളം എഴുതുന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതി കഷ്ടപ്പെട്ട് എഴുതിയ കവിതകളാണ്. ഇപ്പോൾ 4-5 ബുക്കിലെ പുസ്തകത്തൊക്കെ വന്നപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷം തന്നെ. ആ ഒരു സന്തോഷമാണ് ഇപ്പോൾ കുറച്ചു നേരത്തെ അദ്ദേഹം നിങ്ങളോട് പങ്കുവച്ചത്. ഞാൻ ഇപ്പോഴെന്നുള്ളത് ഒരു കഥാസമാഹാരം പിന്നെ പുറത്തിറക്കേണ്ട വലിയൊരു ശ്രമത്തിലാണ്. 12 കഥകളടങ്ങുന്ന ഒരു കഥ. അതിലൊരു കഥ പിന്നെ വേറൊരു പുസ്തകത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ജീവിതമാണ് കഥയുടെ പേര്. അതിനാണ്ട് എഴുത്തുകാരൻ താങ്കൾ മാത്രമാണ്? ഒരാൾ തന്നെയാണ്. ആ ഒരാൾ 12 കഥകൾ, വിവിധങ്ങളായ 12 രീതികളുള്ള 12 കഥകൾ. അതിലൊരു കഥ എന്നുള്ളത് ഒരു കൺസ്ട്രക്ഷൻ പണിക്കാരൻ. അവനിങ്ങനെ രാവിലെ ജോലിക്ക് പോകുന്നു. പക്ഷെ അതിഭയങ്കരമായ മഴ. പക്ഷെ അവനൊരു 40-45 വയസ്സുണ്ട്. പലപ്പോഴും ജോലിയില്ലാതെ തിരിച്ചു വരുന്നു. വിശന്ന് വലഞ്ഞിരിക്കുന്ന തൻ്റെ മക്കളെ കാണാൻ പറ്റാതെ അവിടെയുള്ള കാച്ചിലും ചേനയും ഒക്കെ പുഴുങ്ങി തിന്ന് അവരിങ്ങനെ ദിനം പ്രതി ഇങ്ങനെ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പണിയില്ല, വീട്ടിൽ വരുന്നു. അപ്പം തൻ്റെ മറ്റൊരു സുഹൃത്ത് പറയാണ്, എടാ നിനക്ക് സ്ഥിരം പണി കിട്ടാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. നീ ഒരു കാര്യം ചെയ്യും, നീ ആ നരച്ച മുടിയും താടിയും ഒന്ന് കറുപ്പിച്ച് ഒന്ന് യുവത്വം ആവും. അങ്ങനെ പുള്ളിക്കാരൻ എന്തരമാ രാവിലെ കഴിച്ചു, രാത്രി തന്നെ എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്. ഇദ്ദേഹം തൻ്റെ ചായ്പിൽ കരുതി വെച്ചിരുന്ന ആ ഡൈ എടുത്ത് അടിച്ചുകൊണ്ട് അതിരാവിലെ തന്നെ മക്കളും ഭാര്യയും കാണാതെ പണിസഞ്ചിയുമായി ഒരൊറ്റ യാത്ര സാധാരണ പോയി നിൽക്കുന്നു. ആൾക്കാർ നിൽക്കുമ്പോൾ നല്ല ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ പണിക്ക് വിളിക്കുന്നു. അങ്ങനെ ദിനം പണിയുണ്ട്. വീട്ടിൽ വന്നപ്പോൾ ഭാര്യ അന്തിച്ചു പോയി. രാവിലെ തലേ ദിവസം കണ്ട ആ മനുഷ്യനല്ല, മുടിയും താടിയൊക്കെ കറപ്പിച്ച് അതിസുന്ദരനായി ദിനം പ്രതി ഇങ്ങനെ ആയിരുന്നു. ഭാര്യയ്ക്ക് ഭയങ്കരമായ ശംസം. ഇദ്ദേഹം താടിയും മുടിയും നരപ്പിച്ച് എന്താണ് ഇദ്ദേഹത്തിൻ്റെ പുറപ്പാട്? അപ്പോൾ ഭാര്യയ്ക്കൊരു സംശയം, ഇയാൾക്കിനി വേറെ ഏതെങ്കിലും സൈഡുണ്ടോ, തട്ടിക്കൂട്ടുണ്ടോ? വീട്ടിൽ കലിപ്പ്. പക്ഷെ ഇദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്, മുടി കറുപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ ജോലിയില്ല, മുടി കറുപ്പിച്ചാൽ ജോലിയുണ്ട്. പക്ഷെ ഇപ്പോ പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന ചെറിയൊരു സംഭവമാണ്. അതിനെ പുള്ളിക്കാരൻ ഒരു കഥയാക്കിയിട്ട് ഇങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പ് എടുത്തോണ്ടിരിക്കുകയാണ്. അത് പുറത്തു വന്ന കഥയാണ്. കാര്യം അത് കൊള്ളാം. അത് കാരണം നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം കൂടെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് താങ്കളുടെ എഴുത്ത് ജീവിതത്തിലെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത്. ഇവിടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇവിടെ വീട്ടില് അമ്മ, പപ്പ, ഞാൻ, വൈഫ്, നമ്മളിങ്ങനെ 4 പേര് അടങ്ങുന്നവരാണ് ഒരു കുടുംബം. ഇവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് കാണിക്കാം. അങ്ങനെയാണ് പറയും. ഇതാണ് എൻ്റെ അമ്മ. ഇത് മാമിയാണ് മുകളിൽ താമസിക്കുന്നത്. ഇത് അനിയത്തിയാണ്. ഇത് ഭാര്യയുടെ അമ്മയാണ്. ഇതാണ് എൻ്റെ വൈഫ്. അതായത് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ എഴുത്ത് ജീവിതത്തിൽ എന്നെ സഹിക്കുന്ന
കാരണം ഏത് കുറ്റാക്കുറ്റിട്ട് ഉറക്കം വരുന്നില്ല ഈ മനുഷ്യ എന്ന് ഉറക്കം ചോദിക്കുന്ന ഭാര്യ. എങ്ങനെയാണ്? അപ്പൊ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ എഴുതുന്ന കവിതകൾ ഇപ്പോ എങ്ങനെ താങ്കളെടുത്ത് ചൊല്ലാറുണ്ടോ? ചൊല്ലാറുണ്ട്. ചൊല്ലാറുമ്പോ എഡിറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, എഴുതിയിട്ട് ചോദിക്കും കൊള്ളാമോ, എങ്ങനെയുണ്ട് എന്ന അഭിപ്രായം ചോദിക്കും. എനിക്കറിയാവുന്നത് പോലെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു തുടക്കം എന്ന നിലയിൽ എത്ര വർഷം പുറകോട്ടാണ് ഇങ്ങനെ പുള്ളിക്കാരൻ എഴുതാൻ തുടങ്ങിയിട്ട്? അങ്ങനെ വല്ലതും അറിയാമോ? ഒരു 4-5 വർഷം കൊണ്ടാണ് തുടർന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കല്യാണ സമയത്ത് അറിയായിരുന്നു ഇങ്ങനെ എഴുതുന്ന ആളാണ്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, അത് അല്ലാതെ വെബിൽ കരോൾ ഗാനങ്ങളൊക്കെ എഴുതുന്നത് അറിയാം, അങ്ങനെ എഴുതാറുണ്ട്. ഈ കവിത എഴുതുന്നത് പിന്നെയാണ് അറിയാവുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ കേട്ടിട്ട് എങ്ങനെയാണ് തോന്നുന്നുണ്ട് അതിന്റെ വരികളൊക്കെ? കാരണം ഞാൻ ഇപ്പോൾ 1-2 കവിത ഇപ്പോൾ ഇവിടെ ചൊല്ലിയായിരുന്നു. അതിമനോഹരമായ വരികളാണ് എല്ലാം. അപ്പൊ അതിന്റെ എന്താണ് അഭിപ്രായം? അങ്ങനെയാണ്? നന്നായിട്ടുണ്ട് വരികൾ. ഇദ്ദേഹത്തിന്റെ കവിതയെ കുറിച്ച് ഇപ്പോൾ മറ്റുള്ളവർ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? റജി എഴുതിയ കവിത നല്ല കവിതയാണ്, മനോഹരമായ കവിതയാണെന്ന്? 1-2 പേരൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം മനസ്സിലുണ്ട്. കാരണം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ആയിക്കൊണ്ട് വരുന്നത്, ഇപ്പോൾ വളർന്നുകൊണ്ട് വരുന്നത്. അമ്മയ്ക്ക് എന്താണ് റജിയെ കുറിച്ച് പറയാനുള്ളത്? റജിയെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്. സമൂഹം നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കവിത കേട്ടിട്ടുണ്ട്. പിന്നെ ഈ ക്ലബ്ബ് പ്രോഗ്രാമുകളിലൊക്കെ ഞാനും കൂടെ കേൾക്കാറുണ്ട്. വന്ന് ഇതെല്ലാം കാണാൻ വേണ്ടി വരുന്നുണ്ട്. വന്നതാണ്. ഇപ്പൊ ഞാൻ ഇതെല്ലാം ലീവിനൊക്കെ ഇതെല്ലാം സമയങ്ങളിലൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. റജിയുടെ സഹോദരിയാണല്ലേ? ഇല്ല, അനിയന്റെ ഭാര്യയാണ്. അപ്പൊ എങ്ങനെയാണ് റജിയുടെ എഴുത്തിലൊക്കെ? നല്ല അഭിപ്രായമാണ്. നേരത്തെ നന്നായിട്ട് പാട്ട് എഴുതുകയും പള്ളിക്കാർക്ക് കരോളിന് വേണ്ടിയിട്ടൊക്കെയാണ് ഫസ്റ്റ് എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശേഷമാണ് കവിതകളായിട്ട് കൂടുതലായിട്ട് എഴുതാൻ തുടങ്ങി. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഞാൻ ഇപ്പൊ വന്നിട്ട് 21 വർഷമായി. 21 വർഷമായി. അപ്പോഴേ ചേട്ടൻ കൂടുതലായിട്ട് വായനയാണ്. ഇപ്പോഴും വായിച്ച് പിന്നെ കവിത എഴുതാൻ അങ്ങനെ കണ്ടിട്ടില്ല. എന്നാൽ പാട്ടുകളൊക്കെ എഴുതുകയും ഇത് പാടുകയൊക്കെ ചെയ്യുന്ന. അപ്പോൾ നാട്ടിൽ നടക്കുന്ന ഏറെക്കുറെയുള്ള പ്രോഗ്രാമൊക്കെ കാണാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ നേരിട്ട് ചെന്ന് കാണാറുണ്ട്. അപ്പൊ എല്ലാരും കട്ട സപ്പോർട്ടാണ്. ഫാമിലി കംപ്ലീറ്റ് ഒരു കട്ട സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അമ്മ എങ്ങനെയാണ് ഇതില് ഈ റജിയുടെ ഈ എഴുത്തൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? നല്ല സപ്പോർട്ട് തന്നെ. ഞാൻ ഇവിടെ വന്ന സമയത്ത് 4ാം ക്ലാസ് പഠിക്കുന്നു. 4ാം ക്ലാസ് പഠിക്കുകയാണ്. അപ്പോഴും തൊട്ട് നമുക്ക് ഇവന് ചെറുതിലെ പാട്ടിന്റെ ഇവിടെയുള്ള ഉണ്ട്. പിന്നെ ഇവന്റെ മാമൻ കരോള് പാട്ട് എഴുതും, അതിന് കൂടെ വന്ന് കേൾക്കുകയും അതില് സൈഡറും അടിക്കാനും എല്ലാത്തിനും കൂടെ ഒക്കെ പങ്കുചേരും ചെറുതിലെ. ഇങ്ങനെയൊക്കെ പിന്നെ നാടകത്തിന് പോവും. നാടകങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം കണ്ടിട്ടുണ്ട്. നാടകത്തിനൊക്കെ പോവും. അങ്ങനെ കുറെ ഇതൊക്കെ പ്രോത്സാഹനം ഉണ്ട്. അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിലെങ്ങനെ കേട്ടിട്ട് സന്തോഷം തോന്നുന്നു? സന്തോഷം തന്നെ. ഇപ്പോ എഴുതിയ വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കവിതകളൊക്കെ പാടുന്നുണ്ട്. നല്ല അർത്ഥവത്തായ വരികളാണ്. പാടി കേൾപ്പിക്കാറുണ്ടോ? പാടും. ഇവിടെ ഇതൊക്കെ വന്നിരുന്നൊക്കെ പാടും. അപ്പോഴും കേൾക്കും. അപ്പൊ മൊത്തത്തിൽ എല്ലാരും ഒരു കട്ട സപ്പോർട്ടാണ്. അപ്പൊ റജിക്ക് എങ്ങനെയാണ്? അമ്മയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടോ? എല്ലാ സപ്പോർട്ടും ഉണ്ട്. എല്ലാ സപ്പോർട്ടും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. കാരണം ജീവിതത്തില് നമ്മളാക്കി മാറ്റാൻ ഒരുപാട്, പിന്നെ വയലിലും പിന്നെ പറമ്പിലും പുല്ല് പറിച്ചും അടുക്കള പണിയും ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് നമ്മളാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ച ഒരമ്മയാണ് ഈ അമ്മ. ഈ അമ്മയ്ക്ക് കൂടുതൽ ദീർഘായുസ് ഉണ്ടാവട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഒത്തിരി കഷ്ടപ്പെട്ട ഒരു ജീവിതത്തിൽ കൂടെയാണ് താങ്കൾ വന്ന് നിൽക്കുന്നത്. കാരണം അമ്മയെ കാണുമ്പോൾ തന്നെ അറിയാം അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഏകദേശം അമ്മയാണ്. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ള മോനെ കുറിച്ച്? എനിക്ക് പറയാനൊന്നുമില്ല. എനിക്ക് പറയാൻ അവൻ ഇവിടെ പാടുകയും കഥ എഴുതുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അത് നമ്മള് അത് ചെറുതിലെ അവൻ പാട്ടിനൊക്കെ പോവുകയും കഥ എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് കൂടുതലായിട്ട് നമുക്കറിയാന്നുള്ളത്. അങ്ങനെ മോനെ ചെറുതിലെ തന്നെ ഇങ്ങനെ ഒരു കലാവാസന ഉള്ളതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അച്ഛന്റെ ഭാഗത്തു നിന്നെല്ലാം കൊടുക്കുന്നുണ്ട്. റജിയുടെ അച്ഛനോടെ പോയി പുറത്തു പോയിരിക്കുന്നു. അപ്പൊ റജിയുടെ അച്ഛനെ ഇപ്പോ എനിക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ വന്നപ്പോൾ പുറത്തുണ്ടായിരുന്നു അല്ലേ? പുറത്തു പോയിരിക്കുകയാണ്. അപ്പോ എല്ലാരും ഒരു നല്ലൊരു സപ്പോർട്ടാണ് കൊടുക്കുന്നത്. പിന്നെ
ഇപ്പോ അമ്മ എവിടെയാണ്? റജിയുടെ കൂടെയാണ് താമസിക്കുന്നത്? ഇവിടെ തന്നെ. ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇവിടും രാത്രിയിൽ എണീറ്റിരുന്ന് എഴുത്തുണ്ട്, പുറത്തെല്ലാം കളഞ്ഞിട്ട്. രാത്രിയിലൊക്കെ എഴുത്തൊക്കെ തന്നെ. അപ്പോ ഈ കഷ്ടപ്പെടുന്നതെല്ലാം ഭാവിയിൽ നല്ലൊരു തലമുറയെ വാർത്തെടുക്കട്ടെ എന്ന് ആശംസിക്കാം അല്ലെ? അമ്മയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും റജിക്ക് ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോ റജിക്ക് എന്താണ് അമ്മയുടെ എന്താണ് നല്ല സപ്പോർട്ടാണ്? വളരെ സന്തോഷമുള്ള ഒരു കുഞ്ഞു ഫാമിലിയാണ് നമ്മുടെ റജി റോയൽസ് അമ്പലം, അദ്ദേഹത്തിന്റെ ഫാമിലി. ഇപ്പൊ നമ്മൾ ആ ഫാമിലി എല്ലാം പരിചയപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഓരോരുത്തർക്കും റജിയെ കുറിച്ച് 100 നാവാം. അദ്ദേഹത്തിന്റെ ആ കവിത ഫസ്റ്റ് എങ്ങനെയാണ് ആ തുടക്കം, അതെല്ലാം ഇവിടെ പലരും പല രീതിയിൽ അത് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷത്തിന്റെ നല്ലൊരു കുടുംബമാണ് നമ്മുടെ റജിയുടെ കുടുംബം. അപ്പോൾ ഇനിയും നല്ല നല്ല വരികൾ എഴുതാൻ റജിക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു കവിത റജിക്ക് ഇഷ്ടപ്പെട്ട, റജി എഴുതിയതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കവിതയുടെ ഒരു 4 വരി പ്രേക്ഷകർക്ക് ആലോചിക്കാൻ പറ്റുമോ? ഞാനേ അമ്മക്കനൽ, കവിതയുടെ പേര് അമ്മക്കനൽ. അമ്മക്കനൽ അത് എപ്പോഴാണ് എഴുതിയത്? എപ്പോഴാണ്? നമുക്കറിയാം, ഗോവിന്ദചാമിയുടെ ബലിഷ്ഠമായ കൈകളിൽ ഞെരിഞ്ഞമർന്ന സൗമ്യ എന്ന കൊച്ചു കുട്ടിയെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. അപ്പൊ അമ്മ എഴുതിയൊരു കവിതയാണ്. എല്ലാ അമ്മമാരും വേദനിക്കും. അമ്മമാരുള്ള മനസ്സാക്ഷിയുള്ള ഏതൊരു അമ്മമാരായിരുന്നാലും ഏതൊരു ആളായിരുന്നാലും കൃത്യമായിട്ട് വേദനിക്കും ആ ഒരു സംഭവം എന്നെ ഒരുപാട് ജയിച്ചു. അപ്പൊ ആ കവിതയുടെ ഇടഭാഗത്തു നിന്നാണ് ഞാൻ ചെല്ലുന്നത്. അത് ആ വരി എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കവിതയാണ്. ഇവിടെ നിൻ ബാല്യവും ചിറകറ്റ സ്വപ്നവും കാട്ടാള മനസ്സുകൾ പിച്ച് ചിന്തി, കരയുവാനല്ലാതെ വേറെന്തു വഴിയുണ്ടെന്ന് അലറിക്കരയുന്നൊരച്ഛൻ. അമ്മയെ അറിയാത്ത പുത്രിയെ അറിയാത്ത കാട്ടാളവർഗമേ, നിങ്ങൾക്ക് മാപ്പില്ല. അമ്മയെ അറിയാത്ത പുത്രിയെ അറിയാത്ത കാട്ടാളവർഗമേ, നിങ്ങൾക്ക് മാപ്പില്ല. അതിമനോഹരമായ വരികളാണ്. ആ സമയത്ത് പുള്ളിക്കാരനെ തോന്നി അങ്ങനെ എഴുതിയ വരികളാണ്. ആ വരിയിൽ തന്നെ നമുക്ക് പല അർത്ഥങ്ങൾ, അത് എനിക്കും ആ കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മ വന്നു. ഈ കവിതയുടെ ഇടഭാഗത്തു നിന്നാണ് ഞാൻ ചൊല്ലിയത്. ഇടഭാഗത്തു നിന്നാണ് ഈ വരികൾ എന്നെ ഏറെക്കുറെ സ്വാധീനിച്ചൊരു വരികളാണ്. അപ്പോൾ വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. കാരണം റജി റോയൽസിനെ ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വരുന്ന കാര്യം ഇപ്പോൾ ചാനൽ റജിയുടെ അടുത്ത് പറഞ്ഞപ്പോഴും റജി വളരെ സന്തോഷത്തോടെ എപ്പോൾ വേണമെങ്കിലും വന്നോളൂ, ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ നല്ലൊരു കലാകാരന്റെ ഉടമയാണ് റജി എന്ന കലാകാരൻ. ഇനിയും റജിയുടെ കവിതകൾ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇനിയും നല്ല നല്ല കവിതകൾ എഴുതാൻ, നല്ലൊരു തലമുറയ്ക്കുള്ള കവിതകൾ എഴുതാൻ റജിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അങ്ങനെ PDI ചാനലിന്റെ എന്റെ കല എന്ന ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വീണ്ടും മറ്റൊരു കലാകാരനുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ഏവർക്കും ഞങ്ങളുടെ നമസ്കാരം.